രാഗം 7 ദിനങ്ങളിൽ ഒരു വാരം 7 നിറങ്ങളിൽ മഴവില്ല് ദേവി ശ്രീദേവി നീ ദേവലോക റാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ 7 സ്വരങ്ങളിൽ ഒരു ഗാനം 7 സുഖങ്ങളിൽ ഒരു രാഗം 7 ദിനങ്ങളിൽ ഒരു വാരം 7 നിറങ്ങളിൽ മഴവില്ല് നിധി കാക്കുന്ന കഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു കാവിൻ അറയിൽ നിധി കാക്കുന്ന കഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു മനത്ത് കാണുന്ന നക്ഷത്രമല്ല മനസ്സിൽ പണിയുന്ന കൊട്ടാരമല്ല മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവല്ല കീനാവിൽ നെയ്തൊരു സ്വപ്നമല്ല ദേവി ശ്രീദേവി നീ ദേവലോക റാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ 7 സ്വരങ്ങളിൽ ഒരു ഗാനം 7 സുഖങ്ങളിൽ ഒരു രാഗം 7 ദിനങ്ങളിൽ ഒരു വാരം 7 നിറങ്ങളിൽ മഴവില്ല് കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു മരതക കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട് നഷ്ടങ്ങൾ അതിലേറെയുണ്ട് ബന്ധങ്ങൾ ഒത്തിരിയുണ്ട് വേദനകൾ കൂട്ടിനുണ്ട് സ്ട്രോബെറി ബ്രൈഡ് ആൻഡ് ബ്ലൗസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഭംഗിയായി നടന്നിരിക്കുന്നത്. എന്താണ് മാഡം ശരിക്കും നമ്മളോട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രോബെറി ബ്രൈഡ് ആൻഡ് ബ്ലൗസ് മെയിനായിട്ട് നമ്മുടെ ബ്രൈഡ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബ്രൈഡിൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യും. ഒരു ബൊട്ടിക്ക് തന്നെയാണ് എല്ലാവരും ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. വർക്കുകൾ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് എല്ലാം ഉണ്ടാകും. അതെ എല്ലാം വർക്കുകൾ എല്ലാം ഉണ്ടാകും. ഇത് ആരാണ് ശരിക്കും? നമ്മൾ രണ്ടുപേരും കൂടി ഒരു നമ്മുടെ പേരെങ്ങനെ? എൻ്റെ പേര് വെറൈറ്റി പേരാണ് അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നമുക്കിവിടെ സ്റ്റിച്ചിങ്, ഡിസൈൻ വർക്ക്, ഡിസൈൻ ചുരിദാർക്ക് ഓൺലൈൻ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻസ് ആണ് കൊണ്ടുവന്നവർക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മുടെ തന്നെ മെറ്റീരിയൽ നമ്മൾ ചെയ്തു. അപ്പോൾ കല്യാണ ആവശ്യത്തിനൊക്കെയുള്ള ഡിസൈനിങ്, കല്യാണ ആവശ്യം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസിന് ആവശ്യമായുള്ള ഡ്രസ്സുകൾ ഡിസൈനിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സമീപിക്കണം. സ്ട്രോബെറി ബ്രൈഡ് ആൻഡ് ബ്ലൗസ് ആണ്. സ്ട്രോബെറി ബ്രൈഡ് ആൻഡ് ബ്ലൗസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വരാൻ സാധിച്ചത്, എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. വധുവിനെ ഒരുക്കുവാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന 2 കൂട്ടുകാർ വളരെ കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും
പരമാവധി ഇതുപോലുള്ള സ്ഥാപനങ്ങളോട് സഹകരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിലും ഡിസൈനിലും ഇവർ ചെയ്തു തരും എന്നൊരു ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അവർ അക്കാര്യത്തിൽ വിജയിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംവേദിക്കണമെന്നുള്ളവർക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ വേണം ആഗ്രഹിക്കുന്നവർക്ക് 99-477-25-911 99477 നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം 25911. ഇത് ഫോണിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വാട്സപ്പ് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു എഴുതുക. സിനിമയെ പുതിയ സിനിമ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ സിനിമ കേരള ലൈവ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഒരു 5 വർഷത്തിന് ശേഷം പ്രവാസികളെല്ലാം കേരളത്തിലേക്ക് തിരിച്ചു വരികയും പിന്നീട് കേരള സംസ്ഥാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും തിരിച്ചു വരുമ്പോൾ മദ്യഷാപ്പിന് മുന്നിൽ ആണെല്ലാതാവുന്നത്, ലോകത്തിലെടുക്കാൻ ആണെല്ലാതാവുന്നത്, അതുപോലെ ആരും വണ്ടിയൊന്നും കാര്യമായിട്ട് പുറത്തെടുക്കാതെ വരുമ്പോൾ ഡീസൽ പെട്രോളൊന്നും ടാക്സ് കിട്ടാതെ സർക്കാർ ബുദ്ധിമുട്ടുന്നു. ഇതെങ്ങനെയായിരിക്കും സർക്കാർ ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ പറയുകയാണ്. കാരണം നിർമ്മാണ മേഖലയൊക്കെ നിന്ന് പോകുന്നു. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും കേരളം ഇങ്ങനെ ഒരു അവസ്ഥയെ തരണം ചെയ്യാറുള്ളത്? കൃത്യമായി അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ആ സിനിമ പറഞ്ഞു വയ്ക്കുന്നു. കേരള ലൈവാണ്. ഇതിന് തൊട്ട് മുമ്പ് ആതിരയുടെ മകൾ അഞ്ജലി, അതിന് മുമ്പ് ഉരുക്കു സതീശൻ, ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസൻ, ഇതൊക്കെയായിരുന്നു അവസാനം റിലീസായ സിനിമ. ഇനി വേറെ ആർക്കും ചോദിക്കാനില്ല. ഞാൻ പലപ്പോഴും അവരുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ കേട്ടോ പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോയാലും എനിക്കിപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ ഒരു ജസ്റ്റ് നാടൻ മുസ്ലിം വന്നാൽ ഒരു കോളേജാണെങ്കിലും ഞാൻ ഈ ഫിനാൻസിലെ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ വിനോദ ഉദ്ഘാടനം ചെയ്യുന്നത് വന്നാൽ മതി. ശരി, അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും അടുത്ത വീട്ടുകാരും തമ്മിലാണെങ്കിലും 2 കൂട്ടുകാരും തമ്മിലാണെങ്കിലും ലോകത്തിലെ 7 മനുഷ്യന്മാരും തമ്മിലും നമുക്ക് വേണ്ട ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഒരു 2 പേരും പരസ്പരം തുറന്ന് സംസാരിക്കുന്ന അവസ്ഥ വരുന്നിടത്താണ് ഒരു ബന്ധം ഉണ്ടാവുന്നത്. എല്ലാവരെയും കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം. ഇനിയും എന്തെങ്കിലും പരിപാടികളുടെ വിളിക്കാം, ഞാൻ വരും. താങ്ക് യു.